നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. പെട്ടെന്നൊരു ദിവസം ജീവിതത്തിലേക്ക് ഒരാള് കയറി വരുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് മുമ്പേ അറിഞ്ഞു കെട്ടുന്നതല്ലേ? ഓ അല്ല, അതൊന്നും പറഞ്ഞ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവില്ല. പക്ഷെ എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാനത് ചെയ്യും. മോനെ. അമ്മേ, വലിയ കാര്യത്തില് എന്നെ സമാധാനിപ്പിച്ച ആളാ. ഇപ്പൊ നീ ഒറ്റയ്ക്ക് വന്നിരുന്ന് സങ്കടപ്പെടുക. ഞാനൊരു കാര്യം പറഞ്ഞാ നീ സമ്മതിക്കോ? എന്താ അമ്മേ, അമ്മ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഞാൻ സമ്മതിക്കാതിരുന്നിട്ടുണ്ടോ? അത് നീ വിചാരിച്ചാ നടക്കുന്ന കാര്യാ. എന്തിനാ അമ്മ ഇത്രയൊക്കെ ഫോർമാലിറ്റി? എന്താണെങ്കിലും അമ്മ പറ. നീ ഉടനെ ഒരു കല്യാണം കഴിക്കണം. കല്യാണോ? ഈ അവസ്ഥയിലോ? ചേച്ചി, ശ്രീയുടെ പഠിപ്പ്, ഇതിന്റെ ഇടയില് ഞാൻ എങ്ങനെയാ അമ്മേ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാനാ ഞാനീ പറയുന്നത്. പുറത്തൊന്നും പോയി പെണ്ണന്വേഷിക്കേണ്ട. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ഒരു കുട്ടിയാ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കുട്ടിയോ? ആള് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. രമ്യ. അവൾക്ക് ഇതിനെ വലിയ ഇഷ്ടാടാ. മോനൊന്ന് ആലോചിക്ക. ഇതല്ലാതെ വേറൊരു മാർഗവും അമ്മയുടെ മനസ്സിൽ തെളിയുന്നില്ല. ഫ്രണ്ട്സ് എല്ലാം ചോദിക്കാൻ തുടങ്ങി എപ്പോഴാ നമ്മുടെ കല്യാണം. അല്ല, ഞാനെന്താ മറുപടി പറയണ്ടേ? സാധാരണ ഇത്തരം കാര്യങ്ങളിലും മുൻകൈ എടുക്കേണ്ടത് ആണുങ്ങളല്ലേ? ഇവിടെയാണെങ്കിൽ ഈ ഒരാൾക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല. എന്താ കഷ്ടമുണ്ട് കേട്ടോ. എന്നോടൊന്നും പറയാല്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ആരോടാ നീ സംസാരിക്കുന്നേ? ആരോട്? ആരോടുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നീ വിചാരിക്കണ്ട. നീ ഒന്ന് പുറത്തേക്ക് വന്നേ. ദാ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഇഷ്ടായെന്ന് നോക്ക്. കൊഴപ്പില്ല. അല്ലാതെ ഇഷ്ടമായിട്ടില്ല. രമ്യക്കിപ്പോ ഈ ലോകത്ത് വേറൊന്നും ഇഷ്ടാവില്ലമ്മേ. മനസ്സേ ഒരേ ഒരു ഇഷ്ടത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയല്ലേ? രാജു അല്ലേ? എന്ത് യോഗ്യതയാടി അവനുള്ളത്? നമ്മുടെ വാടാക്കാരനാ, ദരിദ്രനാ. ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ആരെ സ്നേഹിക്കണം, കല്യാണം കഴിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. എനിക്ക് രാജുവിന് ഇഷ്ടമാണെങ്കിൽ അത് നടന്നിരിക്കും. അതെന്ത് വർത്തമാനാ അവളെ പറയുന്നത്? ഞങ്ങളുടെ ഇഷ്ടം കൂടി നീ നോക്കണ്ടേ? ഞങ്ങൾ നിന്റെ മാതാപിതാക്കളല്ലേ? നിന്റെ ഭാവിയെ കുറിച്ച് ഞങ്ങൾക്കും ഇല്ലേ ചില മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ? പിന്നെ നിത്യരോഗിയ രാജുവിന്റെ അച്ഛൻ, അത് മോൾക്ക് ഓർമ്മ വേണം. ഞാൻ അച്ഛനെ അല്ല മകനെയാ സ്നേഹിക്കുന്നേ. അത് നടക്കില്ലെന്നാ പറഞ്ഞത്. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധം അല്ല അത്. ഈ ജീവിതം എന്ന് പറയുന്നതേ നീ കാണുന്ന സിനിമ പോലെയൊന്നും അല്ല. സ്വന്തം മക്കളുടെ നന്മ അത് നോക്കി ഏതൊരു അച്ഛനും അമ്മയും പ്രവർത്തിക്കൂ. വിവരമുള്ള മക്കള് അതനുസരിക്കും. നീയും അത് ചെയ്യണം. ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. പെട്ടെന്നൊരു ദിവസം ജീവിതത്തിലേക്ക് ഒരാള് കയറി വരുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് മുമ്പേ അറിഞ്ഞു കെട്ടുന്നതല്ലേ? ഓ
അല്ല, അതൊന്നും പറഞ്ഞ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവില്ല. പക്ഷെ എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാനത് ചെയ്യും. ഏയ് രമ്യേ, മോളെ രമ്യ, മോളെ രമ്യേ, മോളെ രമ്യ, മോളെ, വിളിക്ക്. രമ്യ, കതക് തുറക്ക്. മോളെ ഒന്ന് രമ്യ, പറ മനുഷ്യ. നിന്റെ ആഗ്രഹം ഞാൻ നടത്തി തരും. വാതില് രമ്യ, തുറക്ക് മോളെ മോളെ. രമ്യ. പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. എന്റെ പേരിൽ 10 വീടും 3 ഏക്കർ സ്ഥലവും നിങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത് സ്വത്ത് മാത്രമല്ല, അവളെ അറിയുന്ന, അവൾ അറിയുന്ന ഒരു പുരുഷനോടൊപ്പമുള്ള ജീവിതം. അതിന് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ആള് രാജുവാ. രാജുവിനെ ഞാൻ കല്യാണം കഴിക്കും. ആര് വിചാരിച്ചാലും അത് തടയാൻ പറ്റില്ല. നീ അവനെ സ്നേഹിക്കുന്നത് അവനറിയോ? അവന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടി ഉണ്ടെങ്കിലോ? എങ്കിൽ ഞാൻ രാജുവിനെയും കൊല്ലും, ആ പെൺകുട്ടിയെയും കൊല്ലും. എന്നിട്ട് അന്തസ്സായിട്ട് പോയി ജയിലിൽ കിടക്കും. പ്രേമം സിനിമ ഇറങ്ങിയ സമയത്ത് അതിന് വീട്ടിലെന്നും പറഞ്ഞ് ഇവിടെ രമ്യ കാട്ടിക്കൂട്ടിയ പുകലൊക്കെ ഓർമ്മയുണ്ടല്ലോ. എതിർക്കാതിരിക്കുന്ന ബുദ്ധി. ചേച്ചി, ദേ ഈ നെക്ലസ് ഒന്ന് ഇട്ട് നോക്കിയേ. ചേച്ചിക്ക് ഇത് നല്ല ചേർച്ചയായിരിക്കും. സൂപ്പർ. അതെ, കല്യാണം എന്റെ മോള് സാനിക്ക, അല്ലാതെ ഇവൾക്കല്ല. ഈ നെക്ലസ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? നീ ഇതൊന്ന് ഇട്ട് നോക്കേ. വേണ്ട ചേച്ചി, ഞാനല്ലേ പറയുന്നേ, ഇട്ട് നോക്ക്. അതെ, അതൊന്നും പറ്റില്ല. അതവിടെ വച്ചേ. ഇതൊന്നും നിങ്ങളായിട്ട് സ്വന്തം കയ്യില് കാശ് കൊടുത്ത് വാങ്ങിയതൊന്നും അല്ലല്ലോ. എല്ലാം ഇവിടുത്തെ സ്വത്തല്ലേ, ഈ കുടുംബത്തിലെ സ്വത്ത്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ സാനിക്ക് അവകാശം ഉള്ളത് പോലെ തന്നെ ഇവൾക്കും ഉണ്ട്. നീ എടുത്തോ മോളെ. എന്നാ പിന്നെ കുറച്ചുകൂടെ സിമ്പിളായത് എടുത്തോട്ടെ. ഇത് തന്നെ വേണോന്ന് എന്താ ഇത്ര നിർബന്ധം? ഇത് എനിക്ക് ഇഷ്ടമായത്. കേട്ടല്ലോ, ഇഷ്ടം അതാണ് പ്രധാനം. നീ എടുത്തോ അപ്പു. ആരും നിന്നോട് ഒന്നും ചോദിക്കില്ല. താങ്ക് യു ചേച്ചി. ആ, എന്നാ പിന്നെ റിഹേഴ്സൽ നടക്കട്ടെ. ഞാനായിട്ട് ശല്യം ചെയ്യുന്നില്ല. നീ കണ്ടോടി, ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. എന്റെ മോൾക്ക് അവകാശപ്പെട്ട ആഭരണം ആ പെണ്ണിനെടുത്തു കൊടുക്കാൻ നീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അതിന് നീ വില കൊടുക്കേണ്ടി വരും. വലിയ വില. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.